നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ചില തടസ്സങ്ങളുണ്ടോ? കാര്യങ്ങൾ നടക്കാതെ നിൽക്കുകയാണോ? എത്ര ശ്രമിച്ചിട്ടും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു തോന്നൽ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയാണ്. വിഘ്നങ്ങളെ നീക്കുന്ന ദേവനായ ഗണപതി ഭഗവാൻ ഇന്ന് നിങ്ങൾക്കായി ഒരു സന്ദേശം നൽകുകയാണ്. ഇപ്പോൾ ഈ സ്ക്രീനിൽ 3 ഗണപതി ചിത്രങ്ങൾ കാണിക്കുന്നുണ്ട്. അതിൽ നിങ്ങളുടെ മനസ്സ് പറയുന്ന ഒരു ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ഒരുപാട് ആലോചിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ മനസ്സ് പറയുന്നത് നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള സൂചന നിങ്ങൾക്ക് ഇതിൽ നിന്നും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയുമാണ്. കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന തടസ്സങ്ങൾക്കെല്ലാം തന്നെ ഒരു മാറ്റമുണ്ടാക്കി തരണേ, അല്ലെങ്കിൽ ആ ഒരു തടസ്സങ്ങളെ മറികടക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണേ, ആ തടസ്സങ്ങളെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ഭഗവാൻ കൂടെ ഉണ്ടാകണമേ എന്ന് ഗണപതി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓം ഗം ഗണപതിയെ നമഃ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം പതിയെ മനസ്സിൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭഗവാന്റെ രൂപം തെളിഞ്ഞു വരും. ആ തെളിഞ്ഞു വരുന്ന സമയത്ത് കണ്ണുകൾ തുറന്ന് ഈ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് പറയുന്ന ആ ഒരു ഗണപതി ഭഗവാന്റെ ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. അങ്ങനെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചിത്രം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി മാറും. നിങ്ങൾക്ക് പല സന്ദേശങ്ങളും ഭഗവാൻ ഇതിലൂടെ കൈമാറും. നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറുന്ന സമയം ഭഗവാൻ നിങ്ങൾക്ക് കാട്ടിത്തരും. അപ്പൊ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ എല്ലാവരും ഇതിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഇനി ഫലങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഒപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ സകല തടസ്സങ്ങളും ഗണപതി ഭഗവാന്റെ കാൽക്കൽ സമർപ്പിച്ചുകൊണ്ട് അതിനെല്ലാം തന്നെ ഭഗവാൻ പരിഹാരം കാട്ടിത്തരും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഓം ഗം ഗണപതിയെ നമഃ എന്ന് ടൈപ്പ് ചെയ്യുക. ഓരോ മന്ത്രങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുള്ള ഓരോ തടസ്സങ്ങൾക്കുള്ള മറുപടിയാണ്, അല്ലെങ്കിൽ പരിഹാരമാണ് എന്നത് നിങ്ങൾ തിരിച്ചറിയുക. അപ്പോൾ ഇനി നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. ഏറ്റവും ആദ്യം തന്നെ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഭഗവാന്റെ സന്ദേശത്തെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് 1-ാം നമ്പർ ചിത്രമാണെങ്കിൽ ഇത് നിങ്ങളുടെ ആത്മാവ് തിരഞ്ഞെടുത്ത ഒരു തീരുമാനമാണ് എന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഈ ചിത്രം നിങ്ങളെ ആകർഷിച്ചതിന് പിന്നിൽ ഒരു ദൈവിക ശക്തിയുടെ വഴികാട്ടലുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ കരുതുന്നതിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും. ഇപ്പോൾ വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കുക. ഈ ഒരു സന്ദേശം നിങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർക്ക് ഇപ്പോൾ ജീവിതത്തിൽ ഒരു സ്ട്രഗിൾ ഫേസ് നടക്കുകയാണ്. നിങ്ങൾ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഫലം വൈകിപ്പോവുകയാണ്. ചില കാര്യങ്ങൾ തടസ്സപ്പെട്ട് അങ്ങനെ നിൽക്കുകയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് നിരാശ തോന്നാറുണ്ട്. നിങ്ങൾ പുറത്ത് ശക്തരായി തോന്നിച്ചാലും അകത്ത് വളരെ സെൻസിറ്റീവായിട്ടുള്ള ആളുകളാണ്. നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ വന്നു പോകുന്നുണ്ട്. എൻ്റെ സമയം എപ്പോഴാണ് വരുന്നത്? എൻ്റെ പ്രശ്നങ്ങൾ എപ്പോഴാണ് അവസാനിക്കുന്നത്? ഈ ഒരു ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാനായിട്ട് സാധിക്കും. നിങ്ങളുടെ കഷ്ടകാലം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ കാലമായിട്ട് നിന്നിരുന്ന തടസ്സങ്ങൾ ഇപ്പോൾ പതിയെ പതിയെ മാറാനായിട്ട് തുടങ്ങും. നിങ്ങൾക്ക് മുന്നിൽ അടഞ്ഞിരുന്ന വഴികൾ തുറക്കാൻ പോവുകയാണ്. നടക്കാതെ നിന്ന കാര്യങ്ങളൊക്കെയും നടക്കും. താമസിച്ചിരുന്ന തീരുമാനങ്ങൾ വേഗത്തിൽ വരും. നിങ്ങൾ കാത്തിരുന്ന വാർത്ത നിങ്ങളെ തേടിയെത്തും. ഇത് ഒരു സഡൻ മിറാക്കിൾ പോലെ തോന്നാം. കാരണം നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടിന് ഇപ്പോൾ പ്രതിഫലം ലഭിക്കുന്ന സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് വലിയ മാറ്റം വരും. ഇത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കില്ല, പക്ഷെ സ്റ്റഡി ഗ്രോത്ത് ഉണ്ടാകും. അതായത് സ്ഥിരമായിട്ടുള്ള ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് കൈവരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. കടബാധ്യതകൾ കുറയും. പുതിയ വരുമാന മാർഗം നിങ്ങളിലേക്ക് വന്നു ചേരും. ജോലിയിൽ പുരോഗതി ഉണ്ടാകും. നിങ്ങൾ ബിസിനസ് നടത്തുന്ന ഒരാളാണ് എങ്കിൽ ബിസിനസ്സിൽ നല്ല രീതിയിലുള്ള വളർച്ച തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും. നിങ്ങൾ ചെയ്ത പരിശ്രമം വെറുതെ ആകില്ല എന്നതാണ് സത്യം. പ്രതീക്ഷിക്കാത്ത ഭാഗ്യവും ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് പണം തിരികെ കിട്ടും. പഴയ അവസരങ്ങൾ വീണ്ടും വരും. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഹെൽപ്പ് നിങ്ങളെ തേടിയെത്തും. ഇതെല്ലാം സംഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ മാറാൻ പോവുകയാണ്. കുടുംബത്തിൽ സമാധാനം വന്നു ചേരും.
പരസ്പരം ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾ, അത് ബന്ധങ്ങൾക്കിടയിലുള്ള തെറ്റിദ്ധാരണകളാകാം, സുഹൃത്തുക്കൾക്കിടയിലുള്ള തെറ്റിദ്ധാരണകളാകാം, അതൊക്കെയും മാറും. നിങ്ങളെ മനസ്സിലാക്കുന്ന ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച ആളുകൾ പോലും വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അവരൊക്കെയും നിങ്ങളെ തിരിച്ചറിയാൻ പോവുകയാണ്. പക്ഷെ ഈ സമയം നിങ്ങൾ കൂടുതൽ ശക്തനായിരിക്കും എന്നതാണ്. നിങ്ങളുടെ വാല്യൂ എല്ലാവർക്കും തിരിച്ചറിയാൻ സാധിക്കും, അല്ലെങ്കിൽ എല്ലാവരും മനസ്സിലാക്കും. ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർക്ക് മാനസികമായിട്ട് വലിയ മാറ്റം വരും. നിങ്ങൾ മുൻപ് ഭയപ്പെട്ടിരുന്ന കാര്യങ്ങളെ ഇനി ഭയപ്പെടില്ല. നെഗറ്റീവ് ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ കുറഞ്ഞു തുടങ്ങും. ആത്മവിശ്വാസം വർദ്ധിക്കും. നിങ്ങൾ കൂടുതൽ മെച്യൂറായിട്ട് പെരുമാറുന്നതായിട്ട് നിങ്ങൾക്കും നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്കും തോന്നും. ജീവിതത്തെ പുതിയ ഒരു പെർസ്പെക്റ്റീവിൽ കാണാൻ തുടങ്ങും എന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ഡോറ് തുറക്കാൻ പോവുകയാണ്. ഇത് ഒരു പുതിയ ജോലിയാകാം, അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ് ആകാം, ഒരു പുതിയ ബന്ധമാകാം, പുതിയ ജീവിത ദിശയാകാം, എന്തുമായിരിക്കാം. ഈ അവസരം നിങ്ങളുടെ ജീവിതം മാറ്റുന്ന ഒന്നായിരിക്കും. പക്ഷെ അത് തിരിച്ചറിയുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കുന്ന സമയമാണ്. പക്ഷെ ചില കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിച്ചിരിക്കണം. ഒരു കാരണവശാലും തീരുമാനങ്ങൾ വേഗത്തിലെടുക്കരുത്. ആരെയും അന്ധമായി വിശ്വസിക്കരുത്. നെഗറ്റീവ് എനർജിയുള്ള ആളുകളിൽ നിന്ന് മാക്സിമം അകലം പാലിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ചുറ്റും അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക. ദൈവവിശ്വാസം ഒരിക്കലും കൈവിടരുത്. നിങ്ങളുടെ ക്ഷമ, അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കാൻ, അല്ലെങ്കിൽ ദൈവാനുഗ്രഹം ശക്തമാക്കാനായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് എഴുന്നേൽക്കുക. ഓം ഗം ഗണപതയേ നമഃ എന്ന മന്ത്രം നിത്യവും 21 പ്രാവശ്യം ജപിക്കുക. ചൊവ്വാഴ്ച വീട്ടിലൊരു ദീപം തെളിയിക്കുക. നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ദാനധർമ്മങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വഴിയിലെ തടസ്സങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. അടുത്ത 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു ക്ലാരിറ്റി വരും. ഒരു വലിയ തീരുമാനം നിങ്ങൾക്ക് എടുക്കേണ്ടതായിട്ട് വരും. അത് നിങ്ങളുടെ ജീവിത ദിശ തന്നെ മാറ്റും. ഈ മാറ്റം നിങ്ങൾക്ക് നല്ലതിനായിരിക്കും എന്നതാണ് ഭഗവാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ ജീവിതം പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങളുടെ ആത്മാവ് പറയുന്നത്, നിങ്ങൾ തോൽക്കാൻ ജനിച്ചവനല്ല, നിങ്ങൾ ഉയരാൻ ജനിച്ചവനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നത് നിങ്ങളെ ശക്തനാക്കാൻ വേണ്ടിയാണ്. ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് ആയിരിക്കും. നിങ്ങളുടെ സമയം വരികയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഭഗവാൻ കേട്ടിരിക്കുന്നു. നിങ്ങളുടെ വഴി തുറക്കപ്പെടാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറാൻ പോവുകയാണ്. വിശ്വാസത്തോടെ മുന്നോട്ട് പോകുക. എല്ലാം നല്ലതിനായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ട് ഭഗവാൻ നൽകുന്ന സന്ദേശം. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് ഒരു സാധാരണ തിരഞ്ഞെടുപ്പല്ല. നിങ്ങളുടെ മനസ്സിന്റെ ആഴത്തിൽ നിന്നുള്ള ഒരു വിളിയാണിത്. ഈ ചിത്രം നിങ്ങളെ ആകർഷിച്ചതിന് പിന്നിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ സൂചനയുണ്ട്. നിങ്ങളിപ്പോൾ ഒരു പ്രത്യേക ജീവിത ഘട്ടത്തിലാണ് നിൽക്കുന്നത്. പഴയ ജീവിതവും പുതിയ ജീവിതവും തമ്മിലുള്ള ഒരു മാറ്റത്തിന്റെ ഘട്ടം. ഇപ്പോൾ വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കുക. ഈ സന്ദേശം നിങ്ങൾക്ക് വേണ്ടിയാണ്. രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർ ജീവിതത്തിൽ ഏറെ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ആളുകളാണ്. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചവരാണ്. പലരാലും തെറ്റിദ്ധരിക്കപ്പെട്ടവരാണ്. ഉള്ളിൽ വേദനയുണ്ടെങ്കിലും പുറത്ത് കാണിക്കാത്തവരാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടിരുന്നു. ആരും മനസ്സിലാക്കുന്നില്ല എന്ന തോന്നൽ നിങ്ങൾക്കുണ്ടായിരുന്നു. ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക നിങ്ങളെ അലട്ടിയിരുന്നു. ഇവയെല്ലാം നിങ്ങൾക്കുണ്ടായിരുന്നു എന്നതാണ് സത്യം. നിങ്ങൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എൻ്റെ ജീവിതത്തിൽ മാറ്റം എപ്പോഴാണ് വരുന്നത്? ഈ സന്ദേശം അതിനുള്ള മറുപടിയാണ്. നിങ്ങളിപ്പോൾ വലിയ ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസിലാണ് നിൽക്കുന്നത്. പഴയ എനർജി അവസാനിക്കുകയാണ്. പുതിയ എനർജി നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇത് കാരണം ചില ബന്ധങ്ങൾ മാറുന്നു, ചില സാഹചര്യങ്ങൾ അവസാനിക്കുന്നു, ചില ആളുകൾ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുന്നു. അത് ഒരിക്കലും ഒരു നഷ്ടമല്ല, അത് ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനാണ്. നിങ്ങളുടെ ജീവിതം പുതിയ വഴിയിലേക്ക് തിരിയുകയാണ്. നിങ്ങളുടെ കരിയർ അല്ലെങ്കിൽ ജീവിത ദിശയിൽ വലിയ മാറ്റം വരാൻ പോവുകയാണ്. ജോലിയിൽ മാറ്റം സംഭവിക്കാം. പുതിയ അവസരം നിങ്ങൾക്ക് ലഭിക്കാം. നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന മേഖലയിൽ നിങ്ങൾക്കൊരു ചാൻസ് ലഭിക്കാം. ചിലർക്ക് വിദേശ യോഗം കാണുന്നുണ്ട്. സ്ഥലം മാറ്റം ലഭിക്കാം.
പുതിയ പ്രൊജക്റ്റുകൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കരിയർ ഗ്രോത്ത് ഉണ്ടാകും. ഇതിനെല്ലാത്തിനും സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ ചെയ്ത പരിശ്രമം ഇപ്പോൾ ഫലം കാണാൻ തുടങ്ങുകയാണ്. രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർക്ക് സാമ്പത്തികമായിട്ട് പതിയെയാണെങ്കിലും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നതായിരിക്കും. വരുമാനം സ്ഥിരതയിലേക്ക് വരുന്നതായിരിക്കും. പണം സംബന്ധിച്ച ഭയം നിങ്ങളിൽ കുറഞ്ഞു വരും. പുതിയ ഇൻകം സോഴ്സ് ലഭിക്കും. ഇത് സഡൻ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആയിരിക്കില്ല, അല്ലെങ്കിൽ സഡൻ ആയിട്ടുള്ള ഒരു സാമ്പത്തിക പുരോഗതി ആയിരിക്കില്ല. പതിയെ ആയിരിക്കും സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും സ്ഥിരമായിട്ടുള്ള പുരോഗതി ഉറപ്പാണ്. നിങ്ങൾ ഗ്രാജുവലി ഫൈനാൻഷ്യലി സെക്യൂർ ആകും എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇമോഷണൽ ഹീലിംഗ് നടക്കാൻ പോവുകയാണ്. നിങ്ങൾ മുൻപ് ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് വിശ്വസിച്ചവർ നിങ്ങളെ ചതിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഹൃദയഭേദകമായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ട്. തെറ്റായ ആളുകളിൽ നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി നിങ്ങളെ സത്യമായിട്ട് സ്നേഹിക്കുന്ന ആളുകളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിരിക്കും. തന്മൂലം തന്നെ ജീവിതത്തിലെ മനസമാധാനം വർദ്ധിക്കും. നിങ്ങളുടെ ഹൃദയം വീണ്ടും തുറക്കാൻ നിങ്ങൾ തയ്യാറാകും. നിങ്ങളുടെ ഏറ്റവും വലിയ മാറ്റം മനസ്സിൽ തന്നെ ആയിരിക്കും. നിങ്ങൾ കൂടുതൽ കാമാകും. നിങ്ങളുടെ ഓവർ തിങ്കിങ് കുറയും. ആത്മവിശ്വാസം വർദ്ധിക്കും. ഇൻറ്റ്യൂഷൻ ശക്തമാകും. നിങ്ങൾ ആത്മീയതയിലേക്ക് കൂടുതൽ അടുക്കും. ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങും. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ഒരു തുടക്കമായിരിക്കും വരാൻ പോകുന്നത്. ഇത് ഒരു പുതിയ ജീവിത ശൈലിയാകാം, പുതിയ ചിന്തയാകാം, പുതിയ ആളുകളാകാം, പുതിയ ലക്ഷ്യമാകാം. എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു റീസ്റ്റാർട്ടായിരിക്കും നിങ്ങളുടെ ഇനി അങ്ങോട്ടുള്ള ജീവിതം. നിങ്ങളുടെ ആ ഒരു പഴയ കാലഘട്ടം അവസാനിക്കാൻ പോവുകയാണ്. കംപ്ലീറ്റ് ആയിട്ടും നിങ്ങൾ പുതുമയിലേക്ക് വരാൻ പോവുകയാണ്, അല്ലെങ്കിൽ ആ ഒരു പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്തു വയ്ക്കാൻ പോവുകയാണ്. നിങ്ങളിപ്പോൾ സെൻസിറ്റീവ് ഫേസിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. നെഗറ്റീവായിട്ടുള്ള ആളുകൾ നിങ്ങൾക്ക് ചുറ്റിലുമുണ്ട്. അവരിൽ നിന്നും അകലം പാലിക്കാനായിട്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞു പോയിട്ടുള്ള ആ ഒരു മെമ്മറീസിൽ ഒരിക്കലും കുടുങ്ങാനായിട്ട് പാടില്ല. നിങ്ങൾക്ക് സ്വയം വിശ്വസിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയമുള്ള ആ ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചെടുക്കുക. ഒരു കാരണവശാലും സെൽഫ് ഡൗട്ട് ഉണ്ടാകാനായിട്ട് പാടില്ല. നിങ്ങളുടെ എനർജിയെ നിങ്ങൾ തന്നെ സംരക്ഷിക്കുക. എല്ലാവരെയും വിശ്വസിക്കേണ്ടതില്ല. നിങ്ങളുടെ ഇൻറ്റ്യൂഷനാണ് നിങ്ങൾ കേൾക്കേണ്ടത്. നിങ്ങളുടെ മനസ്സ് പറയുന്നതാണ് നിങ്ങൾ കേൾക്കേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ചില പരിഹാരങ്ങൾ കൂടെ പറയാം. ബുധനാഴ്ചകളിൽ ദൈവത്തെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഇഷ്ടദൈവം ഏതാണോ ആ ഭഗവാനെ നിങ്ങൾ വിളിക്കുക. ഗണപതി ഭഗവാനെ നിത്യവും ഭജിക്കുക. ഗണപതി ക്ഷേത്രത്തിൽ പോവുക. ഓം ഗം ഗണപതിയെ നമ ജപിക്കുക. കഴിയുന്നവർക്ക് അന്നദാനം ചെയ്യുക. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ വേഗം മാറ്റാനായിട്ട് സഹായിക്കും. അടുത്ത 3 മുതൽ 6 മാസങ്ങൾക്കുള്ളിലായിട്ട് ഒരു വലിയ അവസരം നിങ്ങളെ തേടി വരും. ജീവിതത്തിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു ക്ലാരിറ്റി കൈവരിക്കാൻ സാധിക്കും. നിങ്ങൾ എടുത്ത തീരുമാനങ്ങളെല്ലാം തന്നെ വിജയിക്കും. നിങ്ങളുടെ ജീവിതം സ്റ്റേബിൾ ആകാൻ തുടങ്ങും. നിങ്ങൾ അന്വേഷിച്ച സമാധാനം നിങ്ങളെ തേടിയെത്തും. നിങ്ങളുടെ ആത്മാവ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ അനുഭവിച്ച വേദന വെറുതെയല്ല. നിങ്ങൾ കടന്നുപോയ കഷ്ടപ്പാട് നിങ്ങളെ ശക്തനാക്കാനായിരുന്നു. നിങ്ങൾ വലിയ കാര്യങ്ങൾക്ക് ജനിച്ചവരാണ്. നിങ്ങളുടെ സമയം വരാൻ പോവുകയാണ്. രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ജീവിതത്തിലെ വലിയ ടേണിംഗ് പോയിന്റ് ആണ്. പഴയ വേദനകൾ അവസാനിക്കുകയാണ്. പുതിയ സന്തോഷങ്ങൾ ആരംഭിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം കടന്നു വരാൻ പോവുകയാണ്. വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. എല്ലാം നല്ലതിനായി തീരും. ഓം ഗം ഗണപതയേ നമഃ. ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് ഭഗവാൻ നൽകുന്ന സന്ദേശം. ഇനി അടുത്തതായിട്ട് മൂന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് മൂന്നാമത്തെ ചിത്രമാണെങ്കിൽ ഇത് വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പാണ്. ഇത് ഒരു ദൈവീക സൂചനയാണ്. ഈ ചിത്രം നിങ്ങളെ ആകർഷിച്ചതിന് പിന്നിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാനിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങളുടെ സന്ദേശമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരാനിരിക്കുന്ന സമയമാണിത്. ഇപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. ഈ സന്ദേശം നിങ്ങൾക്ക് വേണ്ടിയാണ്. മൂന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർ വളരെ ശക്തമായിട്ടുള്ള ആത്മശക്തിയുള്ള ആളുകളാണ്. നിങ്ങൾ സാധാരണ ആളല്ല. നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഇൻറ്റ്യൂഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഉള്ളിൽ ഒരു ദൈവീക ശക്തിയുണ്ട്. നിങ്ങൾ ജീവിതത്തിൽ വലിയ ലക്ഷ്യത്തിനായിട്ട് ജനിച്ചവരാണ്. നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക ദൗത്യമുള്ളതുപോലെ തോന്നിയിട്ടുണ്ടാകാം.
അത് ശരിയാണ്. നിങ്ങളുടെ ജീവിതത്തിന് വലിയ അർത്ഥമുണ്ട്. നിങ്ങളുടെ മേൽ പ്രത്യേകം ദൈവാനുഗ്രഹമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ വലിയ തടസ്സങ്ങൾ പെട്ടെന്ന് മാറും. നടക്കാത്ത കാര്യങ്ങൾ പോലും നടക്കും. മിറാക്കിൾ പോലുള്ള, അത്ഭുതം പോലുള്ള അനുഭവങ്ങൾ വരും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഭഗവാൻ കേട്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഉയർച്ച വരാൻ പോവുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന വിജയം നിങ്ങളിലേക്ക് തേടിയെത്തും. നിങ്ങളുടെ പേരുയരും. സമൂഹത്തിൽ നിങ്ങൾക്ക് നല്ല ഒരു സ്ഥാനം ലഭിക്കും. ചിലർക്ക് വലിയ രീതിയിലുള്ള ജോലിയിൽ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയുണ്ടാകാം. ബിസിനസ്സിൽ വലിയ രീതിയിലുള്ള ഉയർച്ചയുണ്ടാകാം. ലീഡർഷിപ്പ് പൊസിഷൻ നിങ്ങളെ തേടിയെത്തും. വലിയ നേട്ടങ്ങൾ കൊയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. ഇതിനെല്ലാത്തിനുമുള്ള സാധ്യതയാണ് ഇവിടെ തെളിഞ്ഞു വരുന്നത്. നിങ്ങൾ മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുന്ന വ്യക്തികളായിരിക്കും. മൂന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർക്ക് സാമ്പത്തികമായിട്ട് വളരെ നല്ല സമയമാണ് വരാൻ പോകുന്നത്. വലിയ രീതിയിലുള്ള സാമ്പത്തിക പുരോഗതി നിങ്ങളെ തേടിയെത്തും. പുതിയ വരുമാന മാർഗങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടും. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ ഗെയിന് നിങ്ങൾക്കുണ്ടാകും. ചിലർക്ക് ഒരു പുതിയ വീടായിരിക്കും, വീട് വയ്ക്കാനുള്ള യോഗമായിരിക്കും. പുതിയ വാഹനങ്ങൾ വാങ്ങാനുള്ള യോഗമായിരിക്കും. നല്ല രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് സക്സസ് ഉണ്ടാകാം. ഫൈനാൻഷ്യൽ ഫ്രീഡം കൈവരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും എന്നതാണ്. നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ വലിയ സന്തോഷം കടന്നു വരും. വീട്ടിൽ സമാധാനമുണ്ടാകും. കുടുംബ ബന്ധങ്ങളിൽ ഐക്യമുണ്ടാകും. സന്തോഷകരമായിട്ടുള്ള സംഭവങ്ങൾ, നല്ല വാർത്തകൾ, ഇതൊക്കെയും നിങ്ങളെ തേടിയെത്തും. നിങ്ങളുടെ പ്രസൻസ് കൊണ്ട് തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പോസിറ്റീവ് എനർജി നിറയുന്നത് പോലെ തോന്നും. നിങ്ങളുടെ ജീവിതത്തിൽ ലീഡർഷിപ്പ് എനർജി വളരെ ശക്തമാണ്. അതായത് ഒരു നേതൃത്വ ഗുണം അല്ലെങ്കിൽ നേതൃത്വ ശക്തി നിങ്ങളിൽ കാണുന്നുണ്ട്. നിങ്ങൾ മറ്റുള്ളവരെ നയിക്കുന്ന വ്യക്തിയാകും. ആളുകൾ നിങ്ങളെ ബഹുമാനിക്കും. നിങ്ങളുടെ വാക്കിന് വില വർദ്ധിക്കും. നിങ്ങൾ ജനിച്ചത് മറ്റുള്ളവരെ ഉയർത്താൻ വേണ്ടിയാണ്. ആ ഒരു സത്യം നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങളുടെ വ്യക്തിത്വത്തിൽ വലിയ മാറ്റം വരും. ആത്മവിശ്വാസം വർദ്ധിക്കും. തീരുമാനശക്തി വർദ്ധിക്കും. നിങ്ങൾക്ക് ഭയം കുറയും. ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾ മുമ്പുണ്ടായിരുന്ന വ്യക്തിയല്ല, ഒരു പുതിയ ശക്തമായ വേർഷൻ ആയിരിക്കും. നിങ്ങളുടെ ജീവിതം ഇപ്പോൾ ഒരു മേജർ ടേണിംഗ് പോയിന്റിലാണ്. ഇത് പുതിയ ജീവിത ദിശ നിങ്ങൾക്ക് കാട്ടിത്തരും. പുതിയ അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. പുതിയ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾ നടന്നെടുക്കും. പുതിയ ഒരു ഐഡന്റിറ്റി തന്നെ വന്നു ചേരുന്നതായിരിക്കും. എല്ലാം നൽകുന്ന ഒരു ഫേസാണിപ്പോൾ. നിങ്ങളുടെ പഴയ ജീവിതം അവസാനിക്കുകയാണ്. പുതിയ ജീവിതം ആരംഭിക്കുന്നു. നിങ്ങൾക്ക് വലിയ അനുഗ്രഹം ലഭിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അഹങ്കാരം ഒഴിവാക്കുക, വിനയം പാലിക്കുക, നല്ല ആളുകളെ വിലമതിക്കുക, സ്പിരിച്വൽ കണക്ഷൻ, ആത്മീയത നിലനിർത്തുക. നിങ്ങളുടെ ഹ്യൂമിലിറ്റിയാണ് നിങ്ങളുടെ പ്രൊട്ടക്ഷൻ. അത് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങളുടെ ജീവിതത്തിലെ പോസിറ്റീവ് എനർജി കൂടുതൽ ശക്തമാക്കാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക. ഗണപതി സ്തുതി ജപിക്കുക. കഴിയുന്നവർക്ക് ദാനം ചെയ്യുക. മറ്റുള്ളവരെ സഹായിക്കുക. നിങ്ങൾ ചെയ്യുന്ന നല്ല പ്രവർത്തികൾ നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കും. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയം നേടാൻ നിങ്ങൾക്ക് സാധിക്കും. വലിയ ഒരു അച്ചീവ്മെന്റ് നിങ്ങൾ നേടുന്നതായിരിക്കും. ജീവിതത്തിൽ സ്ഥിരത കൈവരിക്കാനാകും. സന്തോഷവും സമാധാനവും ഉണ്ടാകും. നിങ്ങളുടെ ജീവിതം നിങ്ങൾ സ്വപ്നം കണ്ട ദിശയിലേക്ക് പോകുന്നതായിരിക്കും. നിങ്ങളുടെ ആത്മാവ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ വലിയ കാര്യങ്ങൾക്ക് ജനിച്ചവരാണ്. നിങ്ങൾ ഒരു വിജയകഥയാണ്. നിങ്ങളുടെ വഴി തുറന്നിരിക്കുന്നു. നിങ്ങളുടെ സമയം എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കാൻ പോവുകയാണ്. മൂന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർക്ക് നിങ്ങളുടെ ജീവിതത്തിലെ വലിയ അനുഗ്രഹത്തിന്റെ സൂചനയാണിത്. നിങ്ങളുടെ ജീവിതത്തിൽ വിജയം വരികയാണ്. സന്തോഷം വരികയാണ്. സമൃദ്ധി വരികയാണ്. വിശ്വാസത്തോടെ മുന്നോട്ടു പോവുക. എല്ലാം നല്ലതിനായിരിക്കും. ഓം ഗം ഗണപതിയെ നമഃ. ഇത്രയും കാര്യങ്ങളാണ് മൂന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശങ്ങളായിട്ട് പറയാനുള്ളത്. ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി മറ്റേതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി രേഖപ്പെടുത്താവുന്നതാണ്. ഗണപതി ഭഗവാനിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരും ഓം ഗം ഗണപതിയെ നമഃ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.